Hi everyone. 2023 പ്ലസ് ടു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിന്റെ ആൻസറും ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സൂചന 1 से 5 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखें. 1 to 5 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് ഇതാണ്. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഈ ഒരു സെക്ഷന് 5 മാർക്സ് ആണ് വരുന്നത്. सूरीनाम में पहला दिन किसकी रचना है? आराना सूरीनाम में पहला दिन रचित हिमांशु जोशी. सेकंड क्वेश्चन, सपना देखने वाली कहाँ घर खींचने लगी? मन दीवार पर. मेरे भारतवासियों किस विधा की रचना है? मेरे भारतवासियों എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്ന രചനയാണ്? ഭാഷൺ. फोर्थ वन, मातृभूमि का सिंहासन कौन है? शेषफन. कुमार किस रचना का पात्र है? മുർക്കി ഉർഫ് ബുലാക്കി. അപ്പോൾ ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഓർമ്മ വരേണ്ട ആവശ്യമില്ല. ആൻസേഴ്സ് ബ്രാക്കറ്റിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് ട്രിക്കിയാണ്. ചാപ്റ്റർ അറിയാത്തവർക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം എല്ലാവരും ചാപ്റ്റേഴ്സും അതിലെ കോണ്ടന്റും അതിലെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആ ചാപ്റ്റർ ഏതൊരു കാറ്റഗറിയിലാണ് വരുന്നത് എന്നും അതുപോലെ തന്നെ റൈറ്ററിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, സൂചന കവിതാംശ് പഠേ और 6 से 8 तक के प्रश्नों के उत्तर लिखे. ഇപ്പൊ ഈ താഴെ തന്നിട്ടുള്ള കവിത വായിച്ചിട്ട് 6 to 8 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. കൂലി പുകാർത്തെ ഹി കോയി മേരെ അന്തർ ചौका, एक आदमी आकर खड़ा हो गया मेरे पास, सामान सिर पर लादे मेरे स्वाभिमान से 10 कदम आगे बढ़ने लगा वह, जो कितनी ही यात्राओं में ढो चुका था मेरा सामान. ആദ്മി കാ ചെഹറ എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിലെ ആ ഒരു പോയത്തിലത്തെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവി കെ പാസ് കോൻ ആക്കർ ഖടാ ഹോ ഗയാ. കവിയുടെ അടുത്ത് ആരാണ് വന്നു നിന്നത്? കൂലി. एक आदमी, അത് ശരിക്കും ആരായിരുന്നു? കൂലിയായിരുന്നു. 7th ക്വസ്റ്റ്യൻ, आदमी के रूप में पहचानने से पहले കൂലി के साथ कवि की यात्रा कैसी थी? അപ്പം ഈ കൂലിയെ ഒരു മനുഷ്യനായിട്ട് മനസ്സിലാക്കുന്നതിന് മുൻപ് കവി എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. കവി സ്വയം को കൂലി से श्रेष्ठ समझता था और अपने स्वाभिमान को बनाए रखने के लिए കൂലി से 10 कदम पीछे चलता था. കൂലി ഫ്രണ്ടിൽ പോകും അതിനേക്കാളും ഒരു 10 ഫീറ്റ് പുറകിലാണ് കവി നടന്നുകൊണ്ടിരുന്നത്. കവിതാംശ് की ആസ്വാദൻ टिप्पणी लिखे. അപ്പം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആസ്വാദൻ टिप्पणीനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ. सूचना 9 से 11 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखें. 9 to 11 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാണ് വേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ആണ്, മൊത്തം 4 മാർക്സ് ആണ് വരുന്നത്. भाषा भावों की अभिव्यक्ति का सशक्त माध्यम होती है. यहाँ लेखक ने भाषा के बारे में क्या बताया है? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് അത് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് ഭാഷാ ഭാവവും കി അഭിവ്യക്തി കാ സശക്ത മാധ്യം ഹോത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മീഡിയ ആണ് ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്നാണ് ലേഖകൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആൻസർ ആയിട്ട് എന്ത് എഴുതണം? लेखक ने कहा है कि भाषा भावों की अभिव्यक्ति का सशक्त माध्यम होती है എന്ന് ആൻസർ എഴുതാം. 10th ക്വസ്റ്റ്യൻ, മാതൃഭൂമി से कवि का बचपन कैसे जुड़ा है? അപ്പം മാതൃഭൂമിയുമായിട്ട് കവിയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് എന്തായാലും ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ അതിൽ മാതൃഭൂമി കവിതയിൽ പറയുന്നുണ്ട് ഈ മാതൃഭൂമിയിൽ ഉരുണ്ടുരുണ്ട് കളിച്ചു വളർന്നതാണ് കവി എന്നൊക്കെ. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഇസ്കി മിട്ടി മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുവേ ഹെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈൻസ് അതാണ് എഴുതേണ്ടത്. 2 മാർക്സ് ആണ്. അപ്പൊ മൊത്തം പോയത്തിൽ എന്താണ് ഓർമ്മയുള്ളത് കവിയുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചിട്ട് അത് എഴുതിയാൽ മതി. 11th ക്വസ്റ്റ്യൻ, मगर नींद के खुलने के पूर्व ही नोटिस बैंक की आ धमकी सपने में, किसकी नींद टूटी? സപ്നെ മേ ക്യാ ആ ധംകി. അപ്പം 11th ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? ഉറക്കം വിടുന്നതിന് മുൻപ് തന്നെ എന്തുണ്ടായി? സ്വപ്നത്തില് ബാങ്കിൽ നിന്നുള്ള നോട്ടീസ് വരുന്നതായിട്ട് കണ്ടു. അപ്പം ആരുടെയാണ് ആ ഒരു സ്ലീപ്പ് ഇടയിൽ വെച്ച് നിന്നുപോയത്? പിന്നെ സ്വപ്നത്തില് എന്താണ് കണ്ടത് എന്നാണ്. അപ്പം ഇടയിൽ വെച്ചിട്ട് ആ ഒരു സ്ലീപ്പ് ബ്രേക്ക് ആയത് മസ്ദൂരിന്റെ ആണ്, ആ തൊഴിലാളി സ്ത്രീയുടെ ആണ്. സപ്നെ മേ ക്യാ ആ ധംകി, സപ്നെ മേ ബാങ്ക് കി നോട്ടീസ് ആ ധംകി. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഓരോരോ സെന്റൻസ് 2ന്റെ ആൻസർ ആയിട്ട് എഴുതുക. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സൂചന
12 से 15 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. 12 to 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. ടോട്ടൽ ഈ ഒരു സെക്ഷന് 12 മാർക്സ് ആണ്. അപ്പോൾ 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജീവൻ വൃത്ത് പഠി और डॉक्टर जे बाबू के बारे में एक अनुच्छेद लिखे എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ട് ആ കവിനെ കുറിച്ചിട്ട് എന്തെഴുതണം, ഒരു പ്രൊഫൈൽ എഴുതണം. അപ്പം ടൈറ്റിലായിട്ട് ഡോക്ടർ ജെ ബാബു ബ്രാക്കറ്റിൽ 1952 ഒരു ഹൈഫൻ ഇടുക, അത്രേ ഉള്ളൂ. എന്നിട്ട് താഴെ ഹിന്ദീതർ പ്രദേശ് के प्रमुख हिंदी साहित्यकार श्री डॉक्टर जे बाबू का जन्म 1952 को तिरुवनंतपुरम केरल में हुआ था. मुक्तधारा, उलझन, उलाहना आदि उनकी प्रमुख रचनाएं हैं. अखिल भारतीय कहानी पुरस्कार, हिंदीतर भाषी लेखक पुरस्कार आदि उनको प्राप्त है. आदि से उनका सम्मान किया गया है എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 13th ക്വസ്റ്റ്യൻ ഹായ്ക്കു പഠേ और ഭാവാർത്ഥ ലിഖേ. അപ്പം ഹായ്ക്കു വായിച്ചിട്ട് അതിന്റെ ഭാവാർത്ഥം എഴുതാനാണ് പറയുന്നത്. ജിനെ ന ഹോത്താ ദർദ് കാ എഹ്സാസ് ആസു ഓസ് ഹെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വേദന അനുഭവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീർ എന്ന് പറയുന്നത് ഒരു മഞ്ഞുതുള്ളി പോലെയാണ് എന്നാണ്. പിന്നെ ഹൈക്കൂല് ഇതിന്റെ സമ്മറിയും ഭാവാർത്ഥം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. 14th क्वेश्चन ये कथन पढ़े और राजवंती के चरित्र पर टिप्पणी लिखें. मैं प्यार से उसको मुर्की बुलाती थी, कभी बुलाकी, मेरे जीते जी कभी कोई तुझसे यह चाबी नहीं छीनेगा. അപ്പം ഈ തന്നിട്ടുള്ള പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് രാജ്വന്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഓർമ്മയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ട് എന്നാണ്. താഴെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, +2ന്റെ. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് രാജ്വന്തി സ്നേഹത്തോടെ മുറുക്കിയെന്നും ബുലാക്കിയെന്നും ആ ഒരു സെർവന്റ് ആയിട്ട് വന്ന കുട്ടിയെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ കയ്യിൽ നിന്നും ആരും ഈ ചാവി തട്ടിപ്പറിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ 2 പോയിന്റ്സ് ആണ് മെയിൻലി ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ രാജ്വന്തി മുറുക്കിനെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുമാറിനെ മുറുക്കി നോക്കിയിരുന്ന രീതിയിൽ, വളർത്തിയിരുന്ന രീതിയിൽ രാജ്വന്തി എത്രത്തോളം സന്തോഷിച്ചിരുന്നു എന്നുള്ളതും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ. 15th क्वेश्चन ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. दोस्ती की विशेषताओं पर टिप्पणी लिखिए. അപ്പം 4 സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ദോസ്തിന്റെ വിശേഷത, അതായത് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ജസ്റ്റ് ഈ ലൈൻസിന്റെ ആശയം ഇലാബറേറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് ആ പോയത്തിന് മൊത്തമായിട്ടുള്ള ആശയം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും കേട്ടോ. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, അധികം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ओके. नेक्स्ट सेक्शन എന്ന് പറയുന്നത് सूचना, गद्यांश पढ़े और प्रश्न 16 और 17 के उत्तर लिखें. താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് 16 and 17th ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാണ് വേണ്ടത്. ഇതെന്ന് പറയുന്നത് മേരെ ഭാരത് വാസിയോ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെയാണ്. इतिहास के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की और न जाने कितने ही सदियां इसकी भव्य सफलताओं और असफलताओं से भरी हुई है. चाहे अच्छा वक्त हो या बुरा, भारत ने कभी इस खोज से अपनी दृष्टि नहीं हटाई और कभी भी अपने उन आदर्शों को नहीं भूला जिसने इसे शक्ति दी. आज हम दुर्भाग्य के एक युग का अंत कर रहे हैं और भारत पुनः खुद को खोज पा रहा है. ഇതാണ് പാരഗ്രാഫ്. ഇനി 16th ക്വസ്റ്റ്യൻ ഭാരത് ने कब अपनी अंतहीन खोज प्रारंभ की. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത്? ഭാരതം എപ്പോഴാണ് അതിന്റെ അവസാനമില്ലാത്ത ആ ഒരു സെർച്ച്, ഖോജ് എന്ന് വെച്ചാൽ എന്താണ്, അന്വേഷണം, ആരംഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തിട്ടുള്ളത്. ഇതിഹാസ് के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की. ചരിത്രത്തിന്റെ തുടക്കം മുതലേ ഭാരതം അതിന്റെ അവസാനമില്ലാത്ത ആ ഒരു സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 17th ക്വസ്റ്റ്യൻ ഖണ്ഡ് കാ സംക്ഷേപൻ കരെ. അപ്പം ഇതിനെ 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതുക. ആരും മറക്കരുത് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭാരത് കി അന്തഹീൻ ഖോജ് എന്നൊരു ടൈറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഭാരത് കി ഖോജ് അങ്ങനെ കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു പാരഗ്രാഫിനെ ഷോർട്ടാക്കി മാറ്റാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസ് കെ ആരംഭ കെ സാത്ത് ഹി ഭാരത് നെ അപ്നി അന്തഹീൻ ഖോജ് പ്രാരംഭ കി എന്ന് എഴുതി അവസാനിപ്പിക്കുക. എന്നിട്ട് ആജ് ഹം ദുർഭാഗ്യ കെ ഏക് യുഗ് കാ അന്ത് കർ രഹേ ഹൈ और भारत पुनः
खुद को खोज पा रहा है എന്ന് കൊടുക്കുക. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറയുന്നു അവസാനമില്ലാത്തൊരു സെർച്ചാണ് തുടങ്ങിയതെന്ന്. പിന്നെ ചരിത്രം എന്നും പറയുന്നുണ്ട്. അപ്പം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും എന്താണ് വിജയങ്ങളും പരാജയങ്ങളും എല്ലാതും ഉണ്ടാവും. അതന്നെയാണ് ഇലാബറേറ്റ് ചെയ്തിട്ട് അടുത്ത സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സെന്റൻസ് ഒമിറ്റ് ചെയ്തിട്ട് ഈ 2 സെന്റൻസ് മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ സംക്ഷേപം ചെയ്തതായിട്ട് കണക്കാക്കാം. ഏറ്റവും ഈസിയസ്റ്റ് വേ അതാണ്. അല്ലാത്തവർക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ സമ്മറി നിങ്ങളുടെ ലൈൻസിൽ 1-2 ലൈൻസിൽ എഴുതിയ അതും പ്രശ്നമില്ല. പക്ഷെ ആരും ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഈസിലി 6 മാർക്സ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 18 से 22 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. 18 to 22 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതണം. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ആണ്. ടോട്ടൽ 18 മാർക്സ് ആണ് ഈ സെക്ഷന്. 18th ക്വസ്റ്റ്യൻ പദ് പഠേ और भावार्थ लिखें. അപ്പം ഈ പദ് വായിച്ചിട്ട് അതിന്റെ ഭാവാർത്ഥം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പദിന്റെ ഭാവാർത്ഥം അതിന്റെ മലയാളം മീനിങ്ങും എല്ലാം ആ ചാപ്റ്ററിന്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പൊ അത് പറയുന്നില്ല കേട്ടോ. 19th क्वेश्चन बेटी का खत बादशाह के लिए आंसूनामा था. इस प्रसंग में बादशाह और बेटे के बीच की बातचीत लिखे. परिवार वालों की सोच, दिल्ली वासियों के प्रति आकुलता, തത്കാലീൻ സ്ഥിതി പർ നിരാശ. അപ്പം ആ ബേട്ടി കെ നാം എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ തന്നെ ഒരു കോൺവെർസേഷന്റെ രൂപത്തിൽ എഴുതാണ് വേണ്ടത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ബാദ്ഷയും ബാദ്ഷയുടെ മകനും കൂടി സംസാരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോൺവെർസേഷൻ എഴുതേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പരിവാർ വാലോം കി സോച്ച്, അതായത് ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള ആകുലത, അവരെ കുറിച്ച് ചിന്തിക്കുന്നത്. ദില്ലി വാസിയോ കെ പ്രതി ആകുലത, ആ ദില്ലിയിലുള്ള ജനങ്ങളെ കുറിച്ചിട്ടുള്ള ആകുലത. തത്കാലീൻ സ്ഥിതി പർ നിരാശ, ഇപ്പോഴുള്ള അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു നിരാശ, അതെല്ലാമാണ് അതിൽ എഴുതേണ്ടത്. 20th क्वेश्चन 15 अगस्त को स्वतंत्रता दिवस के अवसर पर स्कूल में भाषण प्रतियोगिता हो रही है. विषय है विद्यार्थी और राजनीति. इसके लिए एक പോസ്റ്റർ തയ്യാർ करें. അപ്പം പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കേണ്ടത്? ആദ്യം ഒരു ഔട്ട്ലൈൻ പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു സ്കൂളിന്റെ പേര്, ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു പേര് വെക്കുന്നു. താഴെ स्वतंत्रता दिवस से संबंधित भाषण प्रतियोगिता, എന്നിട്ട് താഴെ വിഷയ് വിദ്യാർത്ഥി और राजनीति. താഴെ എന്താ കൊടുക്കേണ്ടത്? സമയ, സ്ഥാൻ, താരീഖ് എല്ലാം കൊടുക്കണം. എന്നിട്ട് സബ്കാ ഹാർദിക് സ്വാഗത് എന്നും കൊടുക്കുക. പിന്നെ ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതിന് എന്തെങ്കിലും ഇനാം ഉണ്ട്, പ്രൈസ് ഉണ്ട് എന്നും കൂടെ എഴുതാം. ओके. 21st क्वेश्चन स्कूटर वाले के बारे में लेखिका अपने मित्र को पत्र लिखती है. वह पत्र लिखे. അപ്പോൾ ഈ മഷ്ക് വാല സ്കൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണിത്. ഈ സ്കൂട്ടർ വാലേനെ കുറിച്ചിട്ട് ലേഖിക തന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ്. ആ ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ലെറ്ററിന്റെ ബേസിക് ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. ഒരു ഔട്ട്ലൈൻ കൊടുക്കണം, പ്ലേസ്, ഡേറ്റ്, പ്രിയ മിത്ര, എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ മിത്രന്റെ കാര്യങ്ങൾ, വിശേഷങ്ങൾ ചോദിക്കുക. അതിന് ശേഷമാണ് കാര്യം എഴുതേണ്ടത്. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ്? തുമ്ഹാര പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ലേഖിക ആയതുകൊണ്ട് തുമ്ഹാരി മിത്ര എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് പേര്, ഹസ്താക്ഷർ. ഓക്കെ. ഗരീബ് ജീവൻ, രാഹ്ഗിറോ കോ പാനി പിലാന, ദിൽ കെ റിഷ്തെ ജോഡ്ന. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്, ദിൽ കെ റിഷ്തെ ജോഡ്ന, മനസ്സുകൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ആ മഷ്കുവാല സ്കൂട്ടറിലുള്ള ആള് പറയുന്നുണ്ടായിരുന്നു, ആളുടെ അമ്മ പറഞ്ഞത് ഒരു ജോബിന് പോയിട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നതിനേക്കാളും ഇങ്ങനെ ആളുകൾക്ക് തൂ പാനി പിലായാക്കർ പുണ്യമിലേക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വസിക്കുന്നതും ഈ പാനി കൊടുത്തതുകൊണ്ട് പുണ്യം കിട്ടി എന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. 22nd क्वेश्चन अंग्रेजी खंड पढ़ें और हिंदी में अनुवाद करें. അപ്പം താഴെ തന്നിട്ടുള്ള ഇംഗ്ലീഷ് ലൈൻസ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. വി ലവ് ആൻഡ് റെസ്പെക്ട് അവർ പാരന്റ്സ്. അപ്പം അതിന്റെ തന്നെ ലവ്, റെസ്പെക്ട്, ഇതിന്റെ രണ്ടിന് ഹിന്ദി വേർഡ് താഴെ തന്നെ തന്നിട്ടുണ്ട്. ഹം അപ്നെ മാതാ പിതാ സെ പ്രേം और आदर करते हैं എന്നാക്കുക. सिमिलरली वी शुड लव एंड रेस्पेक्ट आवर कंट्री टू. इसी प्रकार हमें अपने देश से भी प्रेम और आदर करना चाहिए എന്നാക്കുക. देयर आर सेवरल रीजंस फॉर लविंग आवर मदरलैंड. ഓക്കെ. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. പാരന്റ്സിന് ഇവിടെ അഭിഭാവക് എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വേർഡ്സ്. അപ്പൊ മാതാപിതാ എന്നുള്ളത് മാറ്റിയിട്ട് ഹം അപ്നെ അഭിഭാവക് സെ പ്രേം और आदर करते हैं എന്നാക്കി മാറ്റുക.
ओके, but there are several reasons for loving our motherland. अपनी मातृभूमि से प्रेम करने के लिए कई कारण हैं. The country take care of us like our parents. മാതൃഭൂമി അഭിഭാവക് की तरह हमारा ध्यान रखती है എന്നെഴുതാം. അതുപോലെ തന്നെ സിമിലർലിക്ക് ഞാൻ പറഞ്ഞത് ഇസി പ്രകാരം എന്നാണ്, ഇവിടെ സിമിലർലി എന്നുള്ളതിന് ഉസി തര എന്നാണ് കൊടുത്തേക്കണത്. അപ്പം അതൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾ എഴുതുമ്പം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് വേർഡിനുള്ള ഹിന്ദി വേർഡ് താഴെ തന്നിട്ടുണ്ടോന്ന് കേട്ടോ. നെക്സ്റ്റ്, സഹി മിലാൻ കരെ, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഫിഡവിറ്റ്, ശപഥ് പത്ര, ബാക്ടീരിയ, ജീവാണു, കോപ്പിറൈറ്റ്, സർവാധികാർ, एनर्जी, ऊर्जा, ह्यूमैनिटीज, मानवीकी, रेडिएशन, विकिरण, सैटेलाइट, उपग्रह, अल्ट्रावायलेट, पराबैंगनी. 24 से 26 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखे. 24 to 26 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 8 മാർക്സ് ഇതാണ്. 24th क्वेश्चन, बाजार में हाल ही में नया केश तेल आया है, इसकी बिक्री बढ़ाने के लिए आकर्षक विज्ञापन तैयार करें. അപ്പം മാർക്കറ്റില് ഒരു പുതിയ ഹെയർ ഓയിൽ വന്നിട്ടുണ്ട്, അതിന്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാപനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിജ്ഞാപനം എന്താണ്? പരസ്യം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ. ഒരു ബോക്സ് വരയ്ക്കുന്നു, എന്നിട്ട് ബാസാർ മേ, ഇപ്പോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ, ഞാൻ എല്ലാത്തിലും സ്റ്റാർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സിത്താര എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സിത്താര ഹെർബൽസ് കി തരഫ് സെ നയാ കേശ് തേൽ എന്നെഴുതാം. കേശ് തേലിന് വേണമെങ്കിൽ ഒരു പേരും കൊടുക്കാം. അത് ഇൻവെർട്ടഡ് കോമയിൽ അതിന്റെ ഒരു പേര് എഴുതുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആംല തേൽന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എന്നിട്ട് വിശേഷതായ എന്ന് പറഞ്ഞിട്ട് വിശേഷതായ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് താഴെ പോയിന്റ് ആക്കിയിട്ട് എഴുതണം. കം ദാം, ജൈവിക്, സുഗന്ധി, സിർദർദ് കെ ലിയെ അച്ഛ. എന്നിട്ട് താഴെ എന്താണ്? ജൽദ് ഹി മംഗായെ और 10% या 20% की बचत करें എന്ന് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യം പോലെ ഇരിക്കും. नेक्स्ट 25th क्वेश्चन, पति द्वारा उपेक्षित मुर्गी राजवंती के यहाँ आश्रय लेती है, वह अपने मन की पीड़ा डायरी में लिखती है, वह डायरी लिखे. അപ്പം പതി ഉപേക്ഷിച്ചതിന് ശേഷം മുർക്കി രാജ്വന്തിയുടെ അവിടെ വരുന്നു, എന്നിട്ട് പതി ഉപേക്ഷിച്ചതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതുന്നു. അപ്പം ആ ഡയറി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഡയറിയുടെ ബേസിക് ഫോർമാറ്റിൽ മുൻപ് ഈ മുർക്യൂസ് ബുലാക്കിലെ കുറെ കോൺവെർസേഷൻ ആയിട്ടും ഡയറി, ലെറ്റർ, ഇങ്ങനത്തെ മോഡലിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ട് ഒരുപാട് ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം അതിലത്തെ സെന്റൻസസ് യൂസ് ചെയ്തിട്ട് ഡയറിയുടെ ഫോർമാറ്റിൽ എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഷഹരി ലഡ്കെ സാത്ത് ഭാഗ് ജാന, ആ ടൗണിലെ ചെറുക്കന്റെ കൂടെ ഓടിപ്പോയത്. സുഖി ജീവൻ ബിത്താന, അവിടെ സന്തോഷിച്ച് ജീവിച്ചത്. സരായ് പർ ഛോഡ്ന, വഴിയിൽ അല്ലെങ്കിൽ ആ സത്രത്തിൽ ഉപേക്ഷിച്ചു പോയത്. രാജ്വന്തി കെ യഹാ ലോട്ടാന, എന്നിട്ട് രാജ്വന്തിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നത്. ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. 26th क्वेश्चन, लेखक विश्व हिंदी सम्मेलन में भाग लेने पारामारिबो शहर पहुंचे, वहां के अनुभवों के उल्लेख करते हुए अपना ആത്മകഥാംശ लिखता है, वह तैयार करें. അപ്പം ലേഖകനാണെങ്കിൽ ഈ വിശ്വ ഹിന്ദി സമ്മേളനത്തിന് വേണ്ടിയിട്ട് പാരാമാരിബോയിൽ പോയി. അപ്പൊ അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിമിലർ ആയിട്ടുള്ള ഒരു ആൻസർ ഞാൻ ഏതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐദർ അത് ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണ്. അപ്പം അതേ സംഭവം തന്നെ ആത്മകഥ ആക്കിയിട്ട് എഴുതുക. അതായത് ഞാൻ വെച്ചിട്ട് എഴുതുക. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു, അങ്ങനത്തെ രീതിയിൽ. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? സമ്മേളനത്തെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ, ഉദ്ഘാടന സമാരോഹം, അവിടുത്തെ പ്രസിഡന്റ് പാരാമാരിബോയിലെ സുരിനാമിലെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ഈ ഭാരതത്തിലെ ആളുകളും ഇവിടെയുള്ള ആളുകളും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ അവിടെ ഈ പാരാമാരിബോയിലുള്ള ഹിന്ദിയുടെ പ്രചാരം, പിന്നെ അവിടെയുള്ള ഭാരത് വംശിൽപ്പെട്ട ആളുകളുടെ ഉത്സാഹം, ഇങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം അദ്ദേഹത്തിന്റെ ആത്മകഥാംശം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതാം. ഇപ്പൊ ഈ വിജ്ഞാപനം അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു കഴിയും. പക്ഷെ നല്ല രീതിയിൽ നല്ല കറക്റ്റ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് ആ ഫോർമാറ്റിൽ തന്നെ പ്രസന്റ് ചെയ്താലേ ഫുൾ മാർക്സ് കിട്ടുള്ളൂ. മറ്റേതാണെങ്കിൽ കുറച്ച് എഴുതാനുണ്ടെന്ന് മാത്രം. പക്ഷെ ചോയ്സ് നിങ്ങളുടെയാണ്. 2 ക്വസ്റ്റ്യനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുള്ള 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.